നയൻതാരയെ അപമാനിച്ച് മമ്മൂട്ടി. മലയാളത്തിൽ നിന്ന് പോയി തെന്നിന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായ സുന്ദരിയാണ് നയൻതാര. മലയാളത്തെ മറക്കാത്ത നടി. ഇടയ്ക്കിവിടെ വന്ന് അഭിനയിക്കുന്ന സിനിമകൾ ഹിറ്റാക്കുന്ന പതിവുമുണ്ട്. ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയുടെ കൂടെയാണ് നയൻസ് അഭിനയിച്ചത്. തസ്കരവീരൻ, രാപ്പകൽ, ഭാസ്കർ ദ റാസ്കൽ, പുതിയ നിയമം, 2020. 2020യിൽ ജോഡിയല്ലെങ്കിലും നയൻസും 2020യിൽ മമ്മൂട്ടിക്കൊപ്പം സഹകരിച്ചിരുന്നു. എന്നാലിതാ ഹൈദരാബാദിൽ വെച്ച് മമ്മൂട്ടി നയൻസിനെ നാണം കെടുത്തിയിരിക്കുന്നു. 63ാമത് ഫിലിംഫെയർ അവാർഡ് വേദിയിൽ മമ്മൂട്ടിയെ കണ്ട് ബഹുമാനാർത്ഥം ഓടിച്ചെന്ന് ഷേക്ക് ഹാൻഡിനായി കൈനീട്ടിയപ്പോൾ മമ്മുക്ക തിരിച്ച് ഗൗരവത്തിലൊരു കൂപ്പുകൈ. ആകെ ചമ്മിയ നയൻസിന്റെ നിൽപ്പ് വൈറലായെങ്കിലും നയൻതാര അവിടെ തന്നെ നിന്ന് പരുങ്ങിയപ്പോൾ ഗൗരവം വിടാതെ മമ്മൂട്ടി കൈനീട്ടി. പ്രമുഖ സദസ്സിൽ നിവിൻ, റസൂൽ പൂക്കുട്ടി, സലീം അഹമ്മദ്, ജയസൂര്യ, പാർവതി, മറ്റു ഭാഷകളിലെ പ്രമുഖ നടീനടന്മാരുമുണ്ടായിരുന്നു. കൂപ്പുകൈയുടെ പ്രചാരകൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മമ്മൂട്ടിയും അത് പിന്തുടരുന്നതിൽ അഭിമാനമുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും സ്ത്രീകളുടെ കയ്യിൽ കയറിപ്പിടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് മമ്മൂട്ടി നൽകിയിരിക്കുന്നത്. സഹപ്രവർത്തകരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്നതും ശരിയല്ല. എല്ലാം അഭിനയമായി തന്നെ ഞങ്ങൾ കണ്ടുകൊള്ളാം. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.